എൻ്റെ ആഗ്രഹമാണ് എനിക്കൊരു എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാവണം. അതുപോലെ തന്നെ നമ്മളെ 10 പേര് നല്ല നല്ല രീതിക്ക് വിലയിരുത്തുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ മൈൻഡിലെന്ന് വെച്ചാൽ എനിക്ക് വലുതാവണം എന്ന് എൻ്റെ ആഗ്രഹം. അല്ലാതെ നമുക്ക് മെല്ലെ വരാം എന്നല്ല, എനിക്ക് വലുതാവണം. അത് ഇപ്പോഴും തന്നെ അങ്ങനെ തന്നെയാണ്. നമ്മൾ എപ്പോഴും എല്ലാപ്പോഴും ഉയർന്ന് തിങ്ക് ചെയ്യുന്ന ആളാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഉയരങ്ങളിലെത്തണം, എനിക്കൊരു വലിയൊരു കാശുകാരനാവണം എൻ്റെ ആഗ്രഹം, നല്ല കാശുകാരനാവണം ആഗ്രഹം. കാരണം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി നമ്മൾ ആ ബില്ല് നോക്കാതെ പേ ചെയ്യാൻ പറ്റുന്ന എനിക്ക്. ബോഡി ഷൂട്ട്സ് പറയുമ്പോൾ സൊസൈറ്റിയുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ തുണി ഒരു കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ബോഡി ഷൂട്ട്സിൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇപ്പോൾ സാധാരണ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ചുമ്മാ ഒരു ഇപ്പം നീ പറഞ്ഞ പോലെ തന്നെ തുണി ഊരി കാണിക്കുക എന്നൊരു മെൻറ്റാലിറ്റി എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അത് ഒരു ആർട്ടാണെന്ന് ആർക്കും അറിയില്ല. ഒരു ഗേൾ ഇപ്പോൾ ഒരു നൂഡ് ചെയ്യുമ്പോൾ അവർക്ക് അതൊരു സെൽഫ് ലവാണത്. എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ശരീരം എനിക്ക് എങ്ങനെയും കാണാം, നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ടും കാണാം, അല്ലാതെയും കാണാം. അതെന്ന് വെച്ചാൽ നമ്മളെ കാണുന്ന ഒരു വ്യൂ ഉണ്ട്. ഓക്കെ, എന്നെ കാണുമ്പോൾ ഇതിലൂടെയാണ് ഭംഗി തോന്നിക്കുക എന്നൊരു വ്യൂ ഉണ്ട്. അത് എല്ലാവർക്കും അറിഞ്ഞിരിക്കണമെന്നില്ല. കാരണം ഇപ്പോൾ എൻ്റെ അമ്മ അടുത്ത് ഈ സാധനം കാണിച്ചു കൊടുത്തു വിചാരം, എക്സാമ്പിൾ കൊടുത്തു വെച്ചാൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയാനുള്ളൊരു ബോധം ഉണ്ടാവില്ല. കാരണം അവർക്ക് അറിയില്ല ഇതെന്താണെന്ന്. കാരണം കുറച്ചുകൂടി നോളജ് ഉള്ളവർക്ക് ഈ ന്യൂഡ് ഷൂട്ട് എന്താണ്, അല്ലെങ്കിൽ ഇതെന്തിനു വേണ്ടി ചെയ്യുന്നൊരു സാധനം ഉണ്ടാവുള്ളൂ. എനിക്കിത് മുമ്പുണ്ടായിരുന്നു. മുമ്പ് ഞാൻ തുടക്കത്തിൽ തന്നെ കുറച്ച് എക്സ്പോസ് കൈൻഡ് ഓഫ് ഷൂട്ടാണ് എടുത്തത്. ഞാൻ എൻ്റെ ആദ്യ ക്യാമറ എടുത്തപ്പോൾ തന്നെ എക്സ്പോസിങ് ഷൂട്ടാണ്. അതെടുത്തപ്പോൾ തന്നെ ഇവരുടെ മൈൻഡിൽ എന്താ, ഇപ്പം ആളുകളുടെ മൈൻഡിലെന്ന് വെച്ചാൽ അപ്പൂനിപ്പോൾ സെറ്റ്, ഇപ്പോൾ ഒരു കിടിലം പിള്ളേരുടെ ഒരു മോഡലിലൂടെ കിട്ടി, ഇന്ന് മൂടാണ്. പക്ഷെ നമുക്കങ്ങനെയല്ല, നമ്മുടെ വാക്ക് നമ്മളെന്താ നമുക്കറിയാമല്ലോ. ആ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ മേക്കപ്പായിട്ട് നമ്മുടെ ക്രൂ ഉണ്ടാവും അതിൽ. ഇവരുടെ വിചാരം എന്താ, ഓക്കെ ഇവർ റൂം എടുത്ത പരിപാടി ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ കൂടെ ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാരും മനസ്സിലാക്കുന്നില്ല. ഇവരുടെ വിചാരം ഓക്കെ ഷൂട്ട് എടുത്ത്, ഇല്ലെങ്കിൽ ഒരു ഷൂട്ട് എടുത്തു, ഇല്ലെങ്കിൽ വേറൊരു മോഡൽ ഷൂട്ട് എടുത്തു, ഓക്കെ രണ്ടാളും പരിപാടി ആയിരിക്കും ചിലപ്പോൾ. കാരണം ഷൂട്ട് എടുത്ത് കഴിഞ്ഞല്ല. ഇതാണ് അവരുടെ തോട്ടുള്ളത്, മൈൻഡിൽ ഉണ്ടാവുന്ന സംഭവം. ഹായ് ഹലോ, ഇന്ന് നമ്മുടെ കൂടെ മൈൻഡ്സ്കേപ്പിൽ ഉള്ളത് സ്റ്റൈലിസ്റ്റും ഫാഷൻ ഫോട്ടോഗ്രാഫറും ആയിട്ടുള്ള അപ്പു ആണ്. ഹായ് അപ്പു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തിയത്? പണ്ട് തൊട്ടേ ഫോട്ടോഗ്രാഫി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിക്കുന്ന കാലം മുതൽ തന്നെ എനിക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞിന് മുതൽ തന്നെ ഞാനിപ്പോൾ റെൻറ്റിന് ക്യാമറ എടുത്തിട്ടൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവുക, നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ ഫോട്ടോ എടുക്കാൻ പോവുക. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്ലസ് ടു എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാവുന്ന രീതിക്ക് ഞാൻ കൊച്ചിയിലേക്ക് പഠിക്കാൻ വന്നതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിൽ തുടക്കം കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പക്ഷെ അതിന്റെ ബാക്കിലൊരു ഹിസ്റ്ററി ഇല്ലേ? ഒരു ഫാമിലിയോ നാട്ടില് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ. അതൊന്നുമില്ല, അത് ചെറിയൊരു അത് വലിയ പ്രശ്നം എന്ന് പറയാം. ആ പ്രായത്തിൽ എനിക്കൊരു ഇതായിരുന്നു, ഒരു എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു എന്ന രീതിക്കായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലാകെ 2-3 ഫോട്ടോഗ്രാഫേഴ്സേ ഉള്ളൂ, സ്റ്റുഡിയോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. സോ അപ്പോൾ ഒരു ദിവസം നമ്മുടെ നാട്ടിൽ ഉത്സവം ഉണ്ടായിരുന്നു. ആ ഉത്സവത്തിന് ഒരുപാട് 2-3 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമുക്കറിയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫറോട് ഞാൻ ഒരിക്കൽ എന്താണ് ചേട്ടാ നമുക്ക് ഫോട്ടോ എടുത്തിരുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിക്കുന്ന സമയത്ത് ആൾ പറഞ്ഞു എടുത്തു തരാൻ നോക്കാം. കാരണം അവർക്കും തിരക്കുണ്ട്, അതിപ്പോഴേ നമുക്കറിയുള്ളൂ. ആ സമയത്ത് നമുക്ക് കുഞ്ഞായിരുന്നു, നമുക്ക് ഫോട്ടോഗ്രാഫിയെ പറ്റി ഒന്നും അറിയത്തില്ല. നമുക്കിപ്പോൾ അറിയാം, ഇപ്പം അവരുടെ സിറ്റുവേഷൻ എന്തായിരുന്നു നമുക്ക് ഇപ്പം അറിയാൻ പറ്റും. മുമ്പ് നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. കാരണം അവർക്ക് ക്ലിക്ക് എടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ തിങ്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഫോട്ടോ എടുക്കുന്നതിന് കഷ്ടപ്പെടാൻ നമുക്കറിയാം. അതുപോലെ തന്നെ ഈ സാധനം കൊടുക്കുകയും വേണ്ടേ, എടുത്ത മാത്രം പോരല്ലോ, സാധനം ഔട്ടും കൊടുക്കണ്ടേ. അതിനെപ്പറ്റി നമുക്ക് ഇപ്പം അറിയാൻ പറ്റുള്ളൂ. ആ സമയത്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഉത്സവ സമയത്ത് ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാൻ ചോദിച്ച്, അപ്പോൾ ആൾ എടുത്തുതരാം, നിൽക്കാം, ഇപ്പം തരാം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു നെഗ് വന്നു. അപ്പോൾ ഞാൻ ടോപ്പിക്ക് വിട്ട്. അതിനുശേഷം ഞാനൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് നമ്മളും സെയിം അറിയണ ഒരു ഫോട്ടോഗ്രാഫർ തന്നെ ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോർമലി ചേട്ടാ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എടുത്തു തരാടാ, ചുമ്മാ 2 ക്ലിക്ക് എടുത്തു. അതിനുശേഷം ഒരു ടെലി ലെൻസ് ഉണ്ട് നമുക്ക്, ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കാര്യം ടെലി ലെൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ ലെൻസിന് അവിടെ ഒരു പെട്ടെന്ന് കണ്ട്, കാരണം അതൊക്കെ ഒരു 4-5 വർഷം മുമ്പ് ഒരു യൂണീക്ക് ലെൻസാണ്. കാരണം അങ്ങനത്തെ ഉള്ളവരെ കുറവായിരുന്നു. ആ സമയത്ത് ആ ലെൻസ് ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ എങ്ങനെയാണ് ഈ ലെൻസ് എത്ര രൂപ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരെന്തെന്ന് പറഞ്ഞാൽ ഇതൊന്നും നിങ്ങളെ കൊണ്ട് താങ്ങില്ല എന്ന രീതിക്കൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതെന്താ, നമ്മളെ കൂടെ താങ്ങാത്ത സാധനം എന്താണെന്ന് നമുക്ക് ആ തോട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം അതൊക്കെ ഞാൻ ടോപ്പിക്ക് വിട്ട്. അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോട്ടോഗ്രാഫി കോഴ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഫോട്ടോഗ്രാഫി അതിന് ഉള്ളിൽ തന്നെ ക്യാമറ എടുത്ത് ഞാൻ
ക്യാമറ എടുത്ത് ഞാൻ പിന്നെ ഷൂട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി, പിന്നെ ചാനൽ വർക്ക് ഇടാൻ തുടങ്ങി. പിന്നെ ആ സെയിം ലെൻസ് ഞാൻ പിന്നെ എടുത്ത് ഞാൻ. അതുപോലെ തന്നെ ആ ഫോട്ടോഗ്രാഫേഴ്സിനുള്ളതിനേക്കാൾ എക്യുപ്മെൻറ്റ്സ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അത് എനിക്കൊരു ഒരു അച്ചീവായി. കാരണം അവരിൻ്റെ അടുത്ത് പറ്റില്ല എന്ന് പറയുന്ന കാര്യം എനിക്കിപ്പോൾ പറ്റുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ ഒരു വളർച്ചയായിട്ട് ഞാൻ കാണുന്നത്. സാധാരണ ഫോട്ടോഗ്രാഫിന്ന് ഫാഷൻ ഫോട്ടോഗ്രാഫിയിലേക്കും പോസിങ്ങിലേക്കൊക്കെ എങ്ങനെ എത്തിയത്? അതെനിക്ക് പണ്ട് പോലെ മോഡലിംഗ് ഇഷ്ടമായിരുന്നു. കാരണം എനിക്കൊരു മോഡലാവാനൊക്കെ ഭയങ്കര ആഗ്രഹം. പക്ഷെ നമുക്കറിയാം നമ്മളെ കൊണ്ട് പറ്റൂല നമുക്കറിയാം. കാരണം ഒരു മോഡലിംഗ് എന്ന് പറയണത് മുമ്പ്, ഇപ്പോഴല്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ഞാൻ വരുന്ന സമയത്തെല്ലാം നല്ല ഹൈറ്റുള്ള മോഡല്, പിന്നെ കാണാൻ കുറച്ചുകൂടി ലുക്സ് ഉള്ള പിള്ളേരെ നമ്മൾ എടുക്കാറുള്ളത്. അതിപ്പോൾ മുമ്പത്തെ ആളുകൾക്ക് അറിയാം. ഇപ്പോൾ അതൊരു പ്രശ്നമല്ല, മാറ്റർ അല്ല. മുമ്പും വലിയ മാറ്റർ ഒന്നുമല്ല. പക്ഷെ എന്നാലും നമ്മുടെ ഒരു എൻ്റെ ഇവിടെ പാലക്കാടാണ്. അപ്പോൾ ചിന്താഗതി എന്ന് വെച്ചാൽ ഓക്കെ, മോഡലെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഹൈറ്റുള്ളൊരു ഒരാളായിരിക്കണം, അതുപോലെ തന്നെ നല്ല ലുക്ക് ഉണ്ടായിരിക്കണം. അതൊക്കെയായിരുന്നു നമ്മുടെ മോഡൽ എന്ന രീതിയിൽ നമ്മുടെ മൈൻഡുള്ള സാധനം. സോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മോഡലിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തുടങ്ങിയതിന് മോഡലിംഗ് തന്നെയാണ്, മോഡൽസിന് ഷൂട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ. അപ്പം മോഡലിംഗ് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പോസ് ഇപ്പോൾ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ ഷൂട്ട് എടുക്കുമ്പോഴും മോഡൽസ് ഞാൻ പോസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ഷൂട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. കാരണം ഞാൻ തന്നെ കുറച്ച് പോസിങ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് സിമ്പിളാണ്, കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. എത്ര ഹെവി പോസിൽ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഓക്കെ ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്നൊരു തോട്ടൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് സിമ്പിളായിരിക്കും, നമുക്കും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും അതിലൂടെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ അവരും പഠിക്കുമ്പോൾ നമുക്കും ഒരു ഹാപ്പിനെസ് തന്നെയാണ്. കാരണം ഞാൻ ചെയ്യണ പോസുകൾ മറ്റുള്ളവർ കാണുമ്പോൾ അത് നമുക്കൊരു ഹാപ്പിനെസ് ഉള്ള തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു ഫീൽഡ് സെലക്ട് ചെയ്ത സമയത്ത് എന്തായിരുന്നു ഫാമിലിയുടെ ഒക്കെ ഒരു റെസ്പോൺസ്? എൻ്റെ അമ്മ നല്ല സപ്പോർട്ടീവാണ് എനിക്ക് ഈ ഫീൽഡിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പ്രശ്നം ഉണ്ടായത് എൻ്റെ റിലേറ്റീവ്സ് തന്നെയായിരുന്നു. കാരണം എൻ്റെ ആൻറ്റിമാരൊക്കെ പറഞ്ഞ ലൈക്ക് നീ ഈ ഫീൽഡിലേക്ക് വന്നാൽ ശരിയാവോ, എങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫി കൊണ്ടുവന്നാൽ ബെറ്റർ ആവുമോ എന്നൊക്കെ ആയിരുന്നു അവരുടെ ഡൗട്ട്. കാരണം ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട പരിപാടിയാണ്. കാരണം പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇനി പിന്നെ ഫ്യൂച്ചർ എൻ്റെ ഫോട്ടോഗ്രാഫി തന്നെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഓൾറെഡി ടെൻഷൻ ഉണ്ടാവും. കാരണം ഇനി ഇവൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ കുറച്ചുകൂടി വർക്ക് കിട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കുറച്ച് നല്ല ഏൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ എന്താണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു മോഡലിംഗ് കമ്പനി ഉണ്ടായിരുന്നു. മോഡലിംഗ് കമ്പനി എല്ലാം വിട്ട ശേഷം അവർക്ക് മനസ്സിലായി ഓക്കെ ഇവനിതിൽ എന്തെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇവന് കുറച്ചുകൂടി ഇതിൽ കുറച്ചുകൂടി ഭാവി ഉണ്ടാവുന്നൊരു തോട്ട് വന്നു. ഇപ്പോൾ പിന്നെ അവർക്ക് പ്രശ്നമില്ല. കാരണം അവർക്കറിയാം മോഡലിംഗ് എന്താണ്. ഇപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് മോഡലിംഗെ പറ്റി എല്ലാം അറിയാം. നമ്മളിപ്പോൾ എന്ത് ഷൂട്ട് ചെയ്താലും അവർക്ക് ഓക്കെ ഇതൊരു ഫോട്ടോ ഷൂട്ടാണെന്ന് അറിയാം. ഇപ്പോൾ നമ്മളിപ്പോൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഷോർട്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ അനിയത്തിമാരും ചേച്ചിയായാലും ഷോർട്സ് നടന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ വീട്ടിൽ പ്രശ്നമില്ല, പേഴ്സണലി എൻ്റെ വീട്ടിൽ പ്രശ്നമില്ല. കാരണം അവർക്കറിയാം കാരണം എങ്ങനെയാണ് മോഡലിംഗ്, അതുപോലെ തന്നെ എന്താണ് ഫാഷൻ, കുറച്ചുകൂടി ഇപ്പോൾ ബോധം വെച്ചു എല്ലാവർക്കും. മോഡലിംഗ് കമ്പനി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താണ് ഈ മോഡലിംഗ് കമ്പനിയിൽ പരിപാടികൾ? മോഡലിംഗ് കമ്പനിയിൽ എന്ന് വെച്ചാൽ ഞാൻ ഫാഷൻ ഷോസുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫാഷൻ ഷോസുകൾ, അതുപോലെ തന്നെ ഇവർക്ക് ഫോട്ടോ ഷൂട്ട്സ് കൊടുക്കുമായിരുന്നു. നമ്മളിപ്പോൾ നമുക്ക് വരുന്ന ഒരുപാട് ബൊട്ടീക്ക് ഷൂട്ട്സുകളൊക്കെ ഉണ്ടാവും, ബൊട്ടീക്ക് അല്ലെങ്കിൽ ആഡ് ഷൂട്ടൊക്കെ ഉണ്ടാവും. നമ്മളപ്പോൾ അത് സെലക്റ്റീവായിട്ട് നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കും. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വരില്ലല്ലോ. അപ്പോൾ അവർക്ക് അനുയോജ്യമായ ഷൂട്ടിൽ നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ ഒരുപാട് ഫാഷൻ ഷോസുകൾ കൊടുക്കാറുണ്ട്. അവർക്ക് മോഡലിംഗെ പറ്റി ഒരുപാട് ട്യൂട്ടോറിയൽ ക്ലാസ് കൊടുക്കാറുണ്ടായിരുന്നു. കാരണം എന്താണ് മോഡലിംഗ് വന്നാൽ എന്തൊക്കെ നിങ്ങൾക്ക് സ്കോപ്പുകളുണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. മോഡലിംഗ് ഫീൽഡിൽ പണ്ടത്തെ കാട്ടി കുറച്ചുകൂടെ ഇപ്പം എന്താ പറയുക കുറച്ചുകൂടെ എന്താ പറയുക ആൾക്കാർ ഇൻക്ലൂസീവ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ സ്കിന്നിൻ്റെ ടോണിൻ്റെ കാര്യത്തിലായാലും ബോഡി ഫിഗേഴ്സിൻ്റെ കാര്യത്തിലായാലും. നേരത്തെ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു സൈസ് 0 ഇന്ന കളർ വേണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് ഇപ്പോൾ മോഡലിംഗ് ഫീൽഡിൽ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ വന്ന സമയത്തായാലും എൻ്റെ മൈൻഡിലുള്ളത് ഈ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ഹൈറ്റ് ആയിട്ട് അതുപോലെ തന്നെ കാണാൻ കൊള്ളാവുന്ന ലുക്കുള്ളൊരു വ്യക്തി എന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു ആളുകളെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഓരോ ഇയർ പോകുന്തോറും ഓരോ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതിലിപ്പോൾ പ്ലസ് സൈസ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഹൈറ്റ് കുറവ്, അല്ലെങ്കിൽ അവരുടെ സ്കിന്നിന് പ്രോബ്ലം ഉണ്ട്, അതൊന്നും ഒരു മാറ്റർ അല്ല. നമ്മൾ എന്ത് ഷൂട്ടാണ് ഉദ്ദേശിക്കേണ്ടത് അതിന് അനുയോജ്യമായ മോഡൽ വിളിക്കുക എന്ന് മാത്രമേ അതിലുണ്ടാവുന്നുള്ളൂ. അല്ലാതെ അതിനിപ്പോൾ ഇവിടെ സ്കിന്ന് പ്രശ്നമാവുന്നില്ല, അതുപോലെ ബോഡി പ്രശ്നമാവുന്നില്ല. ഇപ്പോൾ ഞാൻ പ്ലസ് സൈസ് മോഡലാണ്, അപ്പോൾ എനിക്ക് മോഡലിംഗ് ചെയ്യാൻ പറ്റുമോ, ആര് തോട്ടുന്നത് ഇപ്പം ഇല്ല. കാരണം ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ
മുമ്പത്തേക്കാൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ് ഇപ്പോൾ ആളുകളെല്ലാവരും. ബ്യൂട്ടിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും. ഓക്കെ, ഇതുവരെ ചെയ്ത ഷൂട്ട്സിൽ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാമോ? ഞാനൊരിക്കൽ ഒരു ബ്രാൻഡിന് ഷൂട്ട് എടുത്ത്, ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഷൂട്ട് എടുത്ത ശേഷം എന്താണ്, ഞാൻ അവരോട് ഓൾറെഡി പറഞ്ഞ്, കാരണം നിങ്ങളുടെ ഒരു ക്രൂ ഒരാൾക്ക് എൻ്റെ കൂടെ വേണം, കാരണം നമുക്ക് ഇനി റീഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഇതൊന്നും, കാരണം പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളൊരാൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, കാരണം അവർ കാണുന്നുണ്ട് എന്താണ് ഷൂട്ട്, ഫോട്ടോസ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഷൂട്ടെല്ലാം ചെയ്ത് അവരുടെ ആളുണ്ടായിരുന്നു, അവർക്ക് ഓരോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഷൂട്ട് എടുത്തു, അപ്പോൾ ഇത് ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം അയച്ചു കൊടുത്ത് നമ്മൾ എഡിറ്റിങ് ചെയ്ത് കഴിഞ്ഞ് അവർ ഒരു 10-50 കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു ഒരു പെട്ടിയിലേക്കിട്ട് വന്നത്. അപ്പോൾ നമ്മൾ അതെല്ലാം വേഗം സ്പീഡായിട്ട് ഒരു 3 മോഡൽ വെച്ച് നമ്മൾ ഷൂട്ട് എടുത്തുകൊണ്ടിരുന്നത്. ഷൂട്ടെല്ലാം എടുത്ത് കഴിഞ്ഞ് നമ്മൾ അത് അപ്പം തന്നെ അവർക്ക് അയച്ചും കൊടുത്ത ശേഷം ലാസ്റ്റ് എഡിറ്റിംഗ് കഴിഞ്ഞ് ഇവർ പറഞ്ഞു ഇതിൽ ചുളിവുണ്ടെന്ന് പറഞ്ഞു. എന്നത് ആദ്യം പറയണം. ഇപ്പം എൻ്റെ മൈൻഡിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് വേഗം ഷൂട്ട് തീർക്കുക എന്നല്ലാതെ എൻ്റെ വേറെ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് വേഗം അവർ കോസ്റ്റ്യൂം തന്നു, നമ്മൾ വേഗം ഷൂട്ട് തീർക്കുക എന്ന് മാത്രമേ നമുക്ക് ഉണ്ടായുള്ളൂ. അത് അവരുടെ ക്രൂ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഇപ്പം നമുക്ക് മറന്നാലും അവർക്ക് മറക്കില്ലല്ലോ, കാരണം അവരുടെയാണ് പ്രൊഡക്റ്റ്. അവരുണ്ടിട്ട് അവർക്ക് അത് അയാൾക്ക് മറന്ന്, പക്ഷെ എന്നാലും ഈ അയച്ചു കൊടുക്കുന്ന ആൾക്ക് ബോധം ഉണ്ടാവില്ലോ. ഓക്കെ, ഈ ഫോട്ടോയിൽ ചുളിവുണ്ട് എന്നറിയണ്ടേ. ഈ 3 പേരൊന്നും പറഞ്ഞില്ല, ഈ 2 പേരൊന്നും പറഞ്ഞില്ല നമ്മുടെ അടുത്ത്. എന്നിട്ട് അത് ലാസ്റ്റ് അവർ റീഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വന്നു. റീഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് പോസിബിൾ അല്ല റീഷൂട്ട് ചെയ്യേണ്ട പരിപാടി ഒന്നും. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫ്ലോർ എടുത്ത് ഷൂട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആ മോഡലിന് പേയ്മെൻറ്റ് കൊടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റിന് പേയ്മെൻറ്റ് കൊടുക്കണം, അപ്പോൾ കൂടുതലുള്ളവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് അതൊരു പ്രശ്നമായി നമുക്ക്. കാരണം അവർ റീഷൂട്ട് ചെയ്യുമ്പോൾ ഫോട്ടോസും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു, കാരണം ഡ്രസ്സിന് ചുളിവുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എഡിറ്റിലും ലിമിറ്റ് ഉണ്ട്. നമുക്ക് എല്ലാം അത് സോഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതെനിക്കൊരു ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അതുമാത്രമല്ല എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നൊന്നും വലിയൊരു ഇത്ര ഒരു പ്രശ്നമായിട്ടൊരു ഷൂട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പം എന്ത് ടൈപ്പ് ചാലഞ്ചസും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെ അതെ അതെ. ഞാൻ മുന്നേ ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ പറയുന്ന കേട്ടിരുന്നു, വാശി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. എന്താണ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്തൊരു കാര്യം ഈ പ്രൊഫഷണൽ ലൈഫിൽ? ഞാനെന്ന് വെച്ചാലില്ലേ, എൻ്റെ മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കൂടെ ഓപ്പോസിറ്റ് ഒരാളുണ്ട്, അവൻ വളരുന്നുണ്ടാവും, എനിക്ക് അവനിൽ മുന്നിലെത്തണം എനിക്ക് ആഗ്രഹം. അല്ലാതെ ഓക്കെ അവൻ്റെ കൂടെ പോകണം എന്നായിരിക്കില്ല. എനിക്ക് അവരിൽ നിന്നും കുറച്ചുകൂടി മുന്നേറി കുറച്ചുകൂടി അതിലും ഉയരങ്ങളെത്തണം എനിക്ക് ആഗ്രഹം. അല്ലാതെ നമ്മളിപ്പോൾ ഓക്കെ എന്നും ഒരേപോലെ നിൽക്കാൻ പറ്റില്ലല്ലോ. നമുക്കിപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ വേറൊരു മില്യണർ ഉണ്ടെന്ന് വിചാരിക്കും, എനിക്ക് അതിലും വലിയൊരാളാവണം എൻ്റെ ആഗ്രഹം. കാരണം അതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യും. കാരണം ഞാൻ എന്ത് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ കൂടി ഞാൻ എല്ലാ ഫോട്ടോഗ്രാഫ്സ് എങ്ങനെ പോകുന്ന എനിക്കറിയില്ല. ഞാൻ ഡെയിലി ഷൂട്ട് ചെയ്യാറുണ്ട്, ഡെയിലി കണ്ടന്റ് കയറാണ് എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ ഞാൻ രാവിലെ 7 മണിക്ക് എണീക്കണം, 7 മണിക്ക് ഷൂട്ട് തുടങ്ങും ഞാൻ. അപ്പോൾ 6 മണിക്ക് എണീക്കണ്ടേ, 6 മണിക്ക് എണീറ്റ് 7 മണിക്ക് ഷൂട്ടിന് പോയി, അത് കഴിഞ്ഞ് വന്ന് എഡിറ്റ് ചെയ്ത് ഔട്ട് 6 മണി വൈകുന്നേരം 6 മണിക്ക് ഞാൻ പോസ്റ്റ് ചെയ്യും. എൻ്റെ ആഗ്രഹമാണ് എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാവണം. അതുപോലെ തന്നെ നമ്മളെ 10 പേര് നല്ല രീതിക്ക് വിലയിരുത്തുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എൻ്റെ മൈൻഡിലെന്ന് വെച്ചാൽ എനിക്ക് വലുതാവണം എന്ന് എൻ്റെ ആഗ്രഹം. അല്ലാതെ നമുക്ക് മെല്ലെ വരാം എന്നല്ല, എനിക്ക് വലുതാവണം. അത് ഇപ്പോഴും എന്നെ അങ്ങനെ തന്നെയാണ്. അല്ലാതെ എപ്പോഴും നമ്മൾ താഴ്ന്നു നിൽക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ എപ്പോഴും എല്ലാപ്പോഴും ഉയർന്ന് തിങ്ക് ചെയ്യുന്ന ആളാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഉയരങ്ങളിലെത്തണം, എനിക്കൊരു വലിയൊരു കാശുകാരനാവണം എൻ്റെ ആഗ്രഹം, നല്ല കാശുകാരനാവണം ആഗ്രഹം. കാരണം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി നമ്മൾ ആ ബില്ല് നോക്കാതെ പേ ചെയ്യാൻ പറ്റണം എനിക്ക്. അല്ലാതെ നമ്മൾ അയ്യോ ഇത്ര ആയോ എന്നെനിക്ക് പറയേണ്ട ആവശ്യം, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഇപ്പോൾ ഇഷ്ടമാണ്, പക്ഷേ പൈസ ഇല്ലാതൊന്നും ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ആവണം, എനിക്ക് അങ്ങനെ ആവണം എൻ്റെ ആഗ്രഹം. ഇപ്പം ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ബഹളമാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഒട്ടും മോഡലിംഗ് പോലും ചെയ്യാത്ത ആൾക്കാരുടെ അടുത്തേക്ക് ഫോട്ടോഗ്രാഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പലതും അവർ ഫോട്ടോഗ്രാഫി എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാരല്ല, പലതിലും മാനിപ്പുലേഷൻസ് ഉണ്ട്, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നവരുണ്ട്, അതുപോലെ തന്നെ സ്കാമുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ മോഡലിംഗ് ഫീൽഡിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ തന്നെ പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, മോഡലിങ്ങിൻ്റെ പേരിൽ അവർ സെക്സ് റാക്കറ്റ് നടത്തുന്നത്. അപ്പോൾ
ഇതൊക്കെ നമ്മുടെ മോഡലിംഗ് ഫീൽഡിനെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഫീൽഡിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്? എടാ ഇപ്പം മോഡൽസിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ പേരൻസിനായിരിക്കും പ്രശ്നം കൂടുതലുണ്ടാവുക. കാരണം ഇപ്പോൾ ഞാനൊരു ഇപ്പം ഞാൻ എൻ്റെ അമ്മ പറയണ കേൾക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരും പേരൻസാണ് ഇമ്പോർട്ടൻ്റ്. അവർക്ക് എന്തെടുക്കുന്ന പേരൻസാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പേരൻസ് ഈ ന്യൂസ് കാണുകയാണ് വീട്ടിൽ നിന്നിട്ട്. അപ്പോൾ അവർക്ക് തോന്നുന്നയോ എൻ്റെ മോള് മോഡലിങ് ചെയ്താൽ പ്രശ്നമാവോ, ഇതാണ് അവരുടെ ടെൻഷൻ. കാരണം നമ്മളെ അമ്മമാർ നമ്മുടെ മക്കളെ നോക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ മക്കളെ ഈ ഫീൽഡിൽ വന്ന പ്രശ്നമാവോ, അപ്പോൾ അവർ ടെൻഷനാവും. അപ്പോൾ അത് പിള്ളേരൊന്നും വിടത്തില്ല മോഡലിംഗേക്ക്. കാരണം ഇപ്പോൾ നീ മോഡലിംഗ് ചെയ്യാൻ ഞാൻ ഫോട്ടോഷൂട്ടിന് പോകുന്നു പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. കാരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഇതുപോലെ ആവും, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഫീൽഡിലേക്ക് വരുമ്പോൾ അധികം ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായില്ല. ഞാൻ മുമ്പ് മറ്റേ മീഡിയ ഹെഡായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ലിമിറ്റഡ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായുള്ളൂ. അല്ലാതെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും ഉണ്ടായില്ല. കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് നമുക്ക് മോഡലിംഗ് ഫാഷൻ ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെയും ഫോട്ടോഗ്രാഫേഴ്സാണ്. പക്ഷെ നല്ലവരുണ്ട് കേട്ടോ. പക്ഷെ അതിലും കാലിബറായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ചിലവരെന്ന് വെച്ചാൽ ഇപ്പോൾ മോഡൽസ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ ക്യാഷ് മേടിക്കുന്നുണ്ട്. ക്യാഷ് മേടിയിൽ അത് ഔട്ട് കൊടുക്കാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഷൂട്ട് ഇപ്പോൾ ഒരു മോഡൽസ് മെസ്സേജ് അയച്ചു, ഷൂട്ട് സെറ്റാക്കി, അത് കഴിഞ്ഞ് ഇപ്പോൾ പെയ്ഡ് പേയ്മെൻറ്റ് പറയുമായിരിക്കും. ഇപ്പോൾ ആരാരോ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ടും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഔട്ട് ചോദിക്കും. ഔട്ട് ടൈം കൊടുക്കത്തില്ല അവർ. ഒരുപാട് പേര് എന്നോട് പേഴ്സണലി എനിക്ക് മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ എൻ്റെ അടുത്ത് ഇങ്ങനെ ഷൂട്ട് ചോദിക്കുമല്ലോ. അപ്പോൾ ഷൂട്ട് വെച്ച് മെസ്സേജ് അയക്കുമ്പോൾ എന്നോട് പറയും, ചേട്ടാ എനിക്ക് ഇന്നപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ചേട്ടൻ ഇങ്ങനെയാണോ ചോദിച്ചു എൻ്റെ അടുത്ത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ ചോദിക്കുമ്പോൾ നമുക്കും ഒരു ബേഡല്ലേ. കാരണം നമ്മളങ്ങ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്ത് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ അങ്ങനെ അയക്കാൻ അത് ഭയങ്കര മോശമല്ലേ. തെറ്റ് ചെയ്തവരെ നമ്മൾ അങ്ങനെ പറയണം. അല്ലാതെ നമ്മൾ ആ ഒരു ഫീൽഡിനെ നമ്മളിങ്ങനെ ഓക്കെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും ഇങ്ങനെയാണ് എന്ന് കണക്കൂട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമല്ലേ. പക്ഷെ അതൊരു പേടി ക്രിയേറ്റ് ചെയ്യുന്നില്ലേ ആൾക്കാരുടെ ഇടയ്ക്ക്? അല്ല, മോഡൽസിന് കുറച്ച് പേടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നിൽക്കുന്ന രീതിക്ക് നിൽക്കണം. പിന്നെ ഇപ്പോൾ കൂടുതലും ഗേൾസാണ് മോഡലിംഗ് ഫീൽഡിലേക്ക് വരുന്നത്. പക്ഷേ ഗേൾസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഒരു ബോൾഡ് ആയിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ നമ്മൾ എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഇപ്പോൾ മോഡലിംഗ് ഞാൻ ഒരു ഫോട്ടോഷൂട്ടിന് വരണം. ഈ ഫോട്ടോഷൂട്ടിന് വരുമ്പോൾ എന്ത് ഷൂട്ടാണെന്ന് അറിഞ്ഞിരിക്കണം, നമ്മൾ എന്തിനു വേണ്ടി ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ചുമ്മാ ഷൂട്ട് എടുക്കുമായിരിക്കും. നമ്മളിപ്പോൾ എക്സാമ്പിൾ ചുമ്മാ ഒരു കാര്യങ്ങൾ പറയാറ്. അപ്പം ആദ്യമായിട്ട് മോഡലിംഗ് ഫീൽഡിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു മോഡലായിരിക്കണം എന്നില്ല, ഫീൽഡിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? എന്താണ് ഷൂട്ട് എന്ന് അറിഞ്ഞിരിക്കണം. ഐ മീൻ നമ്മൾ എന്തിനു വേണ്ടി ഈ ഷൂട്ട് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫർ അപ്രോച്ച് ചെയ്യുമ്പോൾ അങ്ങനെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ മോഡൽ അപ്രോച്ച് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. കാരണം മോഡൽക്ക് അറിയാൻ പറ്റും എന്താണ് ഷൂട്ടെന്ന്. ഇപ്പോൾ ഫോട്ടോഗ്രാഫർ അപ്രോച്ച് ചെയ്യുന്ന നേരത്ത് നമ്മൾ അറിയേണ്ടത് നമുക്ക് എന്താണ് കോൺസെപ്റ്റ്. ഐ മീൻ ഇതെന്ത് കൊളാബ് ഷൂട്ടാണോ, പെയ്ഡ് ഷൂട്ടാണോ, അല്ലെങ്കിൽ ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഷൂട്ട്, അല്ലെങ്കിൽ അവർക്ക് പേഴ്സണൽ ഷൂട്ടാണോ. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ചെറുതായിട്ടെങ്കിലും ഒരു നോളജ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു മോഡലിംഗ് ചെയ്യുകയാണെങ്കിലും വട്ടവർ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ എന്താണ് ഈ ഫീൽഡിൽ നിന്ന് അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇപ്പോൾ പോയിട്ടിപ്പോൾ ഓക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് കരുതി ഞാനൊരു വലിയ ഫോട്ടോഗ്രാഫർ ആവണമെന്നില്ല. അതുപോലെ തന്നെ ഓക്കെ ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഞാൻ വലിയ മോഡലാവില്ല ഒന്നും അറിഞ്ഞില്ലെങ്കിൽ. നമ്മൾ ഇതിനെപ്പറ്റി ബേസിക് തിങ്സ് ഉണ്ട്, ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിനെപ്പറ്റിയൊരു എന്താണ് ഈ പരിപാടി എന്നറിയുള്ളൂ. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു വിഷയമാണ് ബോഡിയോ ഷൂട്ട്സ് എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പോൾ ഈ ബോഡിയോ ഷൂട്ട്സ് പറയുമ്പോൾ സൊസൈറ്റിയുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ തുണി ഊരി കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ബോഡിയോ ഷൂട്ട്സിൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇപ്പോൾ സാധാരണ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ചുമ്മാ ഒരു ഇപ്പം നീ പറഞ്ഞ പോലെ തന്നെ തുണി ഊരി കാണിക്കുക എന്നൊരു മെൻറ്റാലിറ്റി എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അത് ഒരു ആർട്ടാണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ ഒരു സെൽഫ് ലവാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആ സാധനം വരുന്നത്. കാരണം സെൽഫ് ലവ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുക, അതാണ് മെയിൻലി അതിനെ ഫോക്കസ് ചെയ്യണത്. കാരണം ഇപ്പോൾ ഒരു ഗേൾ ഇപ്പോൾ ഒരു നൂഡ് ചെയ്യുമ്പോൾ അവർക്ക് അതൊരു സെൽഫ് ലവാണത്. എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ശരീരം എനിക്ക് എങ്ങനെയും കാണാം. കാരണം ഇപ്പോൾ നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ടും കാണാം, അല്ലാതെയും കാണാം. അതെന്ന് വെച്ചാൽ നമ്മളെ കാണുന്ന ഒരു വ്യൂ ഉണ്ട്. ഓക്കെ, എന്നെ കാണുമ്പോൾ ഇതിലൂടെയാണ് ഭംഗി തോന്നിക്കുക എന്നൊരു വ്യൂ ഉണ്ട്. അത് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം എന്നില്ല. കാരണം ഇപ്പോൾ എൻ്റെ അമ്മ അടുത്ത് ഈ സാധനം കാണിച്ചു കൊടുത്തു വിചാരിച്ചു. എക്സാമ്പിൾ,
കൊടുത്തു വെച്ചാൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയാനുള്ള ഒരു ബോധം ഉണ്ടാവില്ല. കാരണം അവർക്ക് അറിയില്ല ഇതെന്താണെന്ന്. കാരണം കുറച്ചുകൂടി നോളജ് ഉള്ളവർക്ക് ഈ ന്യൂഡ് ഷൂട്ട് എന്താണ്, അല്ലെങ്കിൽ ഇതെന്തിനു വേണ്ടി ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവുള്ളൂ. ബോഡി ഷൂട്ട്സ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സിനെയും മോഡൽസിനെയും ഒരേപോലെ തന്നെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഇടയ്ക്ക് വേറെ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു ഷൂട്ട് എന്നുള്ള പേരിൽ പോകുന്നത്. എനിക്കിത് മുമ്പുണ്ടായിരുന്നു. മുമ്പ് ഞാൻ തുടക്കത്തിൽ തന്നെ കുറച്ച് എക്സ്പോസ് കൈൻഡ് ഓഫ് ഷൂട്ട് എടുത്ത്. ഞാൻ ആദ്യ ക്യാമറ എടുത്തപ്പോൾ തന്നെ എക്സ്പോസിങ് ഷൂട്ടാണ്. അതെടുത്തപ്പോൾ തന്നെ ഇവരുടെ മൈൻഡിൽ എന്താ, ഇപ്പൊ ആളുകളുടെ മൈൻഡിൽ എന്ന് വെച്ചാൽ അപ്പൂനിപ്പോ സെറ്റ്, ഇപ്പൊ ഒരു കിടിലം പിള്ളേരുടെ ഒരു മോഡലിലൂടെ കിട്ടി, ഇന്ന് മൂടാണ്. പക്ഷെ നമുക്കങ്ങനെയല്ല. നമ്മുടെ വാക്ക് നമ്മളെന്താ നമുക്കറിയാലോ. കാരണം നമ്മുടെ വാക്ക് പെർഫെക്റ്റ് ആക്കുക മാത്രമേ നമുക്ക് നമ്മുടെ മൈൻഡ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ആ ഷൂട്ടിന് വരുമ്പോൾ അവരുടെ ബോയ് ഫ്രണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ബിഗിനി ഷൂട്ടൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ആ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ചിലപ്പോൾ പേരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ബോയ് ഫ്രണ്ട്സ് ഉണ്ടാവും, ആരെങ്കിലും അവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ആ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ മേക്കപ്പ് ആയിട്ട് നമ്മുടെ ക്രൂ ഉണ്ടാവും അതിൽ. ഇവരുടെ വിചാരം എന്താ, ഓക്കെ ഇവർ റൂം എടുത്ത പരിപാടി ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ കൂടെ ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാരും മനസ്സിലാക്കുന്നില്ല. ഇവരുടെ വിചാരം ഓക്കെ ഷൂട്ട് എടുത്ത്, ഇല്ലെങ്കിൽ അപ്പോൾ ഒരു ഷൂട്ട് എടുത്തു, ഇല്ലെങ്കിൽ വേറൊരു മോഡൽ ഷൂട്ട് എടുത്തു, ഓക്കെ ഇവർ രണ്ടാളും പരിപാടി ആയിരിക്കും ചിലപ്പോൾ. കാരണം ഷൂട്ട് എടുത്ത് കഴിഞ്ഞല്ല. ഇതാണ് അവരുടെ തോട്ട് ഉള്ളത്, മൈൻഡിൽ ഉണ്ടാവുന്ന സംഭവം. ഇപ്പോൾ നമ്മൾ ഈ പോസിങ് ആ ഒരു സ്റ്റൈൽ പരിപാടികൾ ചെയ്യുന്ന സമയത്ത് പൊതുവെ ഈ മാസ്കുലിൻ അല്ലാത്ത ആൾക്കാരെ വളരെ മോശം രീതിയിലാണ് സൊസൈറ്റി ഡീൽ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോസിങ് പരിപാടികൾ ചെയ്യുന്ന സമയത്ത് സൊസൈറ്റി എങ്ങനെയാണ് ആ ഒരു സാധനം ഡീൽ ചെയ്യുന്നത്? ഇല്ല, എനിക്കിത് ഫസ്റ്റ് പ്രശ്നമായിരുന്നു. ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരുന്ന മുമ്പ് ഞാനൊരു 6 മാസം മുമ്പ് ഇതിനെപ്പറ്റി ആലോചിക്കുക, അതുപോലെ തന്നെ ഇതിന് ട്രെയിലൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായ ടെൻഷൻ ഇത് സെയിം തന്നെ, അറിയിപ്പ് പറഞ്ഞ തന്നെയാണ്. കാരണം ആളുകൾ എന്ത് വിചാരിക്കുന്നൊക്കെ ആയിരുന്നു. കാരണം അത് ഒരു ഫീമെയിൽ ടച്ച് വരുമോ നമുക്ക്, കാരണം അത് ആളുകൾ അങ്ങനെ എന്നെ പറയുമോ, കാരണം ഇവൻ അങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ റീച്ചായി തുടങ്ങി. റീച്ചായ ആക്ച്വലി ഇപ്പോൾ എന്ന് വെച്ചാൽ റീച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരാളൊന്നും പറയാൻ നിൽക്കില്ല. കാരണം നമ്മൾ അവരിൽ നിന്ന് ഉയർന്നു പോവുക, താഴ്ചയല്ല. ഉയർന്നു പോകുന്നതോറും എന്താ അവരോട് ഓക്കെ അപ്പോൾ കൊള്ളാം എന്ന് കൂടാണ്. എനിക്ക് മുമ്പ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇതുപോലെ. കാരണം ഇപ്പം ഇവന് അങ്ങനെ ആവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം മോഡൽസിന് പോസിങ് കാണിച്ചു കൊടുക്കുന്നതാണ്, എന്നും പെൺപിള്ളേരോട് തന്നെയാണ്. കാരണം ഇവൻ അങ്ങനത്തെ ഒരാളാണെന്നൊക്കെ മുമ്പ് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് നമ്മളതല്ല, ഈ ഫീൽഡ് എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. ഇപ്പം നമ്മളിപ്പോൾ പോസിങ് ചെയ്യുന്നുണ്ട്, പോസിങ് ഞാൻ എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം മോസ്റ്റ്ലി നമ്മൾ ഫീൽഡിലോട്ട് വരുന്നത് ഗേൾസ് ആണ്. അപ്പോൾ എനിക്ക് ഗേൾസിനെ കാണിച്ചു കൊടുത്തൊരു കാര്യമുള്ളൂ. ഇപ്പോൾ ബോയ്സ് ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. കാരണം മോസ്റ്റ്ലി കൂടുതലും ഗേൾസാണ് ഉള്ളത്. അപ്പോൾ അവരുടെ പോസിങ് കാണിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് മുമ്പ് വേണ്ടത് ഫീൽ ചെയ്തത്. എനിക്ക് ഓക്കെ ഇങ്ങനെ ആവുമോ, എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ആളുകൾ എന്തെങ്കിലും വിചാരിക്കുകയോ ഇതിനെപ്പറ്റി, ലൈക്ക് അപ്പോൾ ഇങ്ങനെ ആ ഒരു ഗേളിഷ് ടച്ച് ഫീൽ ചെയ്യുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പില്ല. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇതുവരെ എൻ്റെ അടുത്ത് അങ്ങനെ പറയേണ്ടതൊന്നുമില്ല. സിനിമയിലേക്ക് ഒരുപാട് പുരുഷന്മാർ വരുന്നുണ്ട്, അതുവഴി അവർ മോഡലിങ്ങിലേക്ക് എത്താറുണ്ട്. പക്ഷെ ഡയറക്റ്റ് മോഡലിങ്ങിലേക്ക് പുരുഷന്മാർ വരുന്നത് വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും അത്? അല്ല, ആക്ച്വലി ആദ്യം മോഡലിംഗിലേക്ക് വന്നിട്ടാണ് കൂടുതൽ ആളുകൾ ഫിലിമിലോട്ട് പോവുക. കാരണം പിന്നെ മോഡലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബോയ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് ബോയ്സിന്. സോ അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ ബ്രാൻഡ്സുകൾ ചൂസ് ചെയ്യുന്നത് ഗേൾസ് മാത്രമേ ഉള്ളൂ. കാരണം ഈ ബോയ്സിൻ്റെ മൈൻഡിലുണ്ട് ഓക്കെ നമുക്ക് ഈ ഫീൽഡ് അധികം പിടിച്ചേക്കാൻ പറ്റത്തില്ല, പിടിച്ച് നിൽക്കണമെങ്കിൽ തന്നെ ചിലവരുടെ മൈൻഡിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എനിക്ക് ഇത്ര ഹൈറ്റ് ഇല്ല, അല്ലെങ്കിൽ എൻ്റെ സ്കിൻ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാന്ന് ഇവരാരും മനസ്സിലാക്കുന്നില്ല. കാരണം ഇതിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം നല്ലപോലെ. കാരണം നമ്മുടെ എല്ലാ ജോലിക്കും ഹാർഡ് വർക്ക് ഉണ്ട്. കാരണം നമ്മുടെ സ്കിന്ന് നോക്കണം, ബോഡി നോക്കണം, നമുക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യണം പറ്റിയെന്ന് വരില്ല, ശരിയല്ലേ? കാരണം ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ഷൂട്ടും ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. ആർക്കും മിക്കവർക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം കുറച്ച് നാൾ മോഡലിംഗ് നിൽക്കും, അത് കഴിഞ്ഞ് ഇവർ ഫീൽഡിലോട്ടേ പോവാണ്. ഇപ്പോൾ ബോയ്സിന് തന്നെ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചിലവരെ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി കാര്യങ്ങളൊക്കെയാണ് ബോയ്സിനോട് തന്നെ പറയാറുള്ളത്. കാരണം ഷൂട്ട് ചോദിക്കും, ഇവർ പറയാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എല്ലാവരും അത് ചൂസ് ചെയ്യണമെന്നില്ല. 1-2 പേർ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവരും ഇത് ആക്ഷേപിക്കാൻ പറ്റില്ലല്ലോ, എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇതിൽ. കാരണം ഭയങ്കര പേയ്മെൻറ്റ് കുറവാണ് ബോയ്സിന്, ഗേൾസിനേക്കാൾ കുറവാണ് ബോയ്സിന്. പിന്നെ നമ്മുടെ കേരളത്തിന് അധികം ലിമിറ്റഡ് മോഡൽസേ ഉള്ളൂ ഒരു
സ്റ്റിൽ നിൽക്കണ കുറച്ച് മോഡൽസേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് മോഡൽസ് മെയിൽ മോഡൽസ് ഇല്ല. ഗേൾസിനെ പോലെയല്ല ബോയ്സിൻ്റെ ഒരു കാറ്റഗറി വരണത്. കാരണം അവർക്കെല്ലാവരും ലിമിറ്റഡ് വർക്ക്സേ ഉള്ളൂ. അതുപോലെ തന്നെ ലിമിറ്റഡ് മോഡൽസ് നമ്മുടെ കേരളത്തിലുള്ളൂ. കാരണം എല്ലാവരും പിന്നെ പുറത്ത് പോവുക ചെയ്യാറുള്ളത്. ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി എന്ന് പറഞ്ഞ് പുറത്തേ നോക്കത്തുള്ളൂ. കാരണം അവിടെ ഈ ഒരു നമ്മൾ ഈ പറയണ പോലെ സ്കിന്നിന് പ്രശ്നമില്ല, വലിയ രീതിക്ക് ഹൈറ്റിന് പ്രശ്നം ഉണ്ടാവാറില്ല. മെയിൽ മോഡൽസിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ബ്രാൻഡ്സ് അപ്രോച്ച് ചെയ്യുന്നത് കുറവായതുകൊണ്ട്, പേയ്മെന്റ് കുറവായതുകൊണ്ടും ഒക്കെ ആണല്ലോ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. നമുക്ക് എങ്ങനെയാണ് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി കൊടുക്കാൻ പറ്റുക? നമ്മൾ ഒരുക്കി കൊടുക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ്, ഒരുപാട് കാസ്റ്റിംഗ് ഏജൻസികളുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ട്, പുറത്തെല്ലാവിടെ ഉണ്ട്. നമ്മൾ അവരെ ചെയ്യുക. നമ്മൾ ആദ്യം കാസ്റ്റിംഗ് ഏജൻസി അപ്രോച്ച് ചെയ്ത് നമുക്കൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ മോഡലിലേക്ക് വരുമ്പോൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോ ആണ്. പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കുറച്ച് പൈസയിലുള്ള പരിപാടി, എന്നാലും പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഒരുപാട് കാസ്റ്റിംഗ് ഏജൻസികളുണ്ട്, നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക. അവർക്ക് അയച്ചു കൊടുത്ത് നമ്മൾ അവരുടെ ഒരാളാവാം. കാരണം ഇപ്പോൾ കേരളത്തിന് ഒരു 10-15 കാസ്റ്റിംഗ് ഏജൻസി ഉണ്ട് ഇപ്പോൾ തന്നെ സ്റ്റിൽ. അതിന് മുമ്പത്തെ ഒരുപാട് നല്ല കാസ്റ്റിംഗ് ഏജൻസികളുണ്ട്. അപ്പോൾ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഡെയിലി നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം. പിന്നെ ഞാനൊരു മോഡലായി എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ ഞാൻ വലിയ മോഡലാണ്, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എല്ലാവരും വരണം എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന പോലെ നിൽക്കണം. എല്ലാ കാര്യങ്ങളും ഫുള്ളി അപ്ഡേറ്റഡ് ആയിരിക്കണം. ഒരു പോസ്റ്റ് ഇടുമ്പോഴും അതുപോലെ തന്നെ എന്തിടുമ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. പിന്നെ നമ്മുടെ പ്രൊഫൈൽ നമ്മൾ വലുതാക്കിയിരിക്കണം. പ്രൊഫൈൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഫ്രീ ടൈമിൽ നല്ല ഷൂട്ട് ചെയ്യുക, നല്ല കോൺസെപ്റ്റ് ഷൂട്ടുകൾ ചെയ്യുക. കോൺസെപ്റ്റ് ഷൂട്ടുകൾ ബോയ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ നോക്കും. ഓക്കെ, ഈ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇവനെ ഇങ്ങനത്തെ ബ്രാൻഡ് കൊടുത്താൽ ഓക്കെ ആയിരിക്കും എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. എന്താണ് അപ്പുവിൻ്റെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ്? എൻ്റെ പ്ലാൻസ് പറയാൻ എനിക്ക് കഫേ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, ഒരു പ്രീമിയം കഫേ. അതുപോലെ തന്നെ ഒരു ബൊട്ടീക്ക് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഒബിയസ്ലി കാശുകാരനാവണം, നല്ല പോലെ കാശുകാരനാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പുവിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പുവിൻ്റെ അമ്മ. അമ്മയാണ് അപ്പുവിന് എല്ലാം. അപ്പോൾ അമ്മയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാനിവിടെ ഇരിക്കണമെങ്കിൽ എൻ്റെ അമ്മ കാരണം എന്നെ ഇങ്ങോട്ട് പഠിക്കാൻ വിടാനും അതുപോലെ തന്നെ എന്നെ ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാ കാര്യങ്ങൾക്കും. ഒന്നൊന്നല്ല, ഞാൻ ഇത്ര കാലം പഠിച്ചു വന്നത് മുതൽ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും അമ്മ സപ്പോർട്ടീവാണ്. എന്ത് കാര്യങ്ങൾക്കായാലും അമ്മയാണ് എനിക്ക് എല്ലാത്തിനും, നീ അത് പോയി ചെയ്തോ, കുഴപ്പമില്ല, ഞാൻ പൈസ തരാം എന്ന് പറയാൻ നമ്മുടെ അമ്മയുണ്ട്. കാരണം എൻ്റെ സിംഗിൾ മദറാണ്. കാരണം എനിക്ക് 1 വയസ്സാകുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ച ശേഷം മൊത്തം എൻ്റെ അമ്മ തന്നെയാണ് എന്നെ ടേക്ക് കെയർ ചെയ്തതും. അതുപോലെ തന്നെ എന്നെ എല്ലാ കാര്യങ്ങൾക്കും അമ്മ തന്നെയാണ് കൊണ്ടുപോയത്. അതുപോലെ തന്നെ ഞാൻ ഈ ഫോട്ടോഗ്രാഫി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ തന്നെയാണ്, ഓക്കെ നീ നോക്ക്, കാരണം നിനക്ക് എന്താ തോന്നണം, നീ അത് ചെയ്താൽ മതി എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. കാരണം അമ്മ തന്നെയാണ് എനിക്ക് പൈസ തന്നതും. അതുപോലെ തന്നെ നീ പഠിക്ക്, അത് കഴിഞ്ഞ ശേഷം നമുക്കുണ്ടാവുന്ന എനിക്ക് മോഡലിംഗ് കമ്പനി ഉണ്ടായിരുന്നു. അതിൻ്റെ ഉണ്ടായ സമയത്ത് അത് താഴ്ച ഉണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ ഇടയിൽ. ആ സമയത്ത് എൻ്റെ അമ്മ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്തത് ഓരോ കാര്യങ്ങൾക്കും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കും, അമ്മ അടുത്ത് പൈസ ചോദിക്കും. അപ്പോൾ അമ്മ എന്തിനാണ് വേണ്ടി ഇതും ചോദിക്കാറൊന്നുമില്ല. ഓക്കെ, എന്ത് ചെയ്യണം നല്ലതാണെന്ന് അമ്മ വിശ്വസിച്ചിരിക്കണത്. അപ്പോൾ അമ്മ അങ്ങനെയുള്ള ഒരുപാട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ നല്ല തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വീട് പാലക്കാട് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു ഫാഷൻ കൈൻഡ് ഓഫ് മൈൻഡ് അല്ല ഉള്ളത്. പക്ഷേ നമ്മുടെ അമ്മ ഭയങ്കര ഡിഫറെൻറ്റാണ്. കാരണം ഫുള്ളി ചില്ലാണ് എൻ്റെ അമ്മ, എന്ത് കാര്യങ്ങൾക്കും ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ഞാനിപ്പോൾ മോഡലിംഗിലേക്ക് വരണം, അപ്പോൾ അത് പ്രശ്നമാണെന്ന് അമ്മ തോന്നിയിട്ടില്ല. ഓക്കെ, അവൻ പോയിക്കാൻ അടിപൊളി ആയിരിക്കും എന്നാണ് അമ്മയുടെ മൈൻഡിൽ ഇപ്പോഴും ഉള്ളത്. അതുപോലെ തന്നെ അമ്മയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഫുള്ളി വൈബുള്ളൊരു അമ്മയാണ് എൻ്റെ. അമ്മ ഒരു മോഡലാക്കിയിട്ടുണ്ടോ? ഇല്ല, അമ്മനെ മോഡലാക്കാൻ ആഗ്രഹമുണ്ട്. ചെയ്യണമെന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ പ്ലാനൊക്കെ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കില്ല. പിന്നെ ഒരുപാട് പേര് നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ ചോദിക്കാറുണ്ട്, ഞാൻ അമ്മയെന്ന് ഷൂട്ടിന് തരുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് നമ്മൾ ചെയ്യണം, എങ്ങനെ മറ്റുള്ള കൊടുക്കും നമ്മൾ. പക്ഷെ അടിപൊളിയാണ്, നല്ല അടിപൊളി ആളാണ് അമ്മ. അപ്പോൾ ഇനിയും അടിപൊളി ഷൂട്ടുകളും പോസ്റ്റിംഗ് പരിപാടികളും മോഡലിംഗ് കമ്പനി ഒക്കെ അടിപൊളിയാക്കിയിട്ട് ഒരു വലിയ പൈസക്കാരനായിട്ട് എത്തട്ടെ എന്ന് ഞാനിങ്ങനെ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.